പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫ്ലിപ്കാർട്ട് എന്ന ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് സ്വപ്നത്തിലെങ്കിലും നമ്മളെ ചതിക്കുമെന്ന് കരുതിയിട്ടുണ്ടോ ആരെങ്കിലും? എന്നാൽ ഫ്ലിപ്കാർട്ട് നമ്മളെ ചതിക്കില്ല. പക്ഷേ ഫ്ലിപ്കാർട്ടിൻ്റെ അതേ തീമും അതേ ലോഗോയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ചില ഫ്രോഡ് ആൾക്കാർ നമ്മളെ പറ്റിക്കാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു സൈറ്റാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് തരിക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഫ്ലിപ്കാർട്ട് എന്ന ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൻ്റെ അതേ ലോഗോയും അതേ ഏകദേശം സെയിം എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു തീമും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ പറ്റിക്കുന്ന ഒരു വെബ്സൈറ്റ് ഞാനിപ്പം കാണിക്കുന്നുണ്ട്. സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആദ്യമേ കാണുന്നത് അവർ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ ബിഗ് ഓഫർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പോലെ കുറച്ച് മൊബൈൽ ഫോണിൻ്റെ ഒക്കെ പരസ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഐഫോൺ 11 വെറും 6000 രൂപയ്ക്കാണ് ഇവരിനകത്ത് പറയുന്നത്. അപ്പം അതിൽ കയറി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം ഇതേപ്പറ്റി വലിയ ധാരണയില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഫ്രോഡുകളെ പറ്റി വലിയ ധാരണയില്ലാത്തവരാണെങ്കിൽ ഐഫോൺ 11 പോലൊരു മൊബൈൽ 6000 രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ലോട്ടറി എന്നേ അവൻ ചിന്തിക്കത്തുള്ളൂ. ഓടിച്ചെന്നത് മേടിക്കാൻ നോക്കും, പൈസ പോവും. എങ്ങനെയാണെന്നല്ലേ, ഇവർ ഈ ഒരു വെബ്സൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളെ ഫ്ലിപ്കാർട്ട് എന്ന ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ആണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇതിലേക്ക് ഈ ഒരു ചതിയിലേക്ക് ചാടിക്കുക എന്നുള്ള ഒരു ഐഡിയ ആണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഇതേപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് ഫ്ലിപ്കാർട്ടാണ്. ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്ന ഫ്ലിപ്കാർട്ടിലേക്കാണ്. ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്ന ടൈമിൽ മൊബൈൽ ഫോണുകൾ ശരിക്കും വിറ്റ് പോകും. അതായത് ഏറ്റവും വില കുറച്ച് ഫോൺ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും പാവങ്ങൾ ഇതിലേക്ക് ചാടി വീഴാൻ ചാൻസ് ഉണ്ട് എന്ന ഒരു ബുദ്ധി പ്രയോഗിച്ചുകൊണ്ടാണ് ഇവന്മാർ ഇത്തരം സൈറ്റുകൾ ഇറക്കിയിരിക്കുന്നത് തന്നെ. അതായത് ഒരു ഫേക്ക് സൈറ്റ് ഇറക്കിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ബൈ ചെയ്യാനായിട്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് അവൈലബിൾ അല്ല. നേരെ മറിച്ച് ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. ഒന്നുകിൽ ഫോൺ പേ അല്ലെങ്കിൽ UPI ട്രാൻസ്ഫർ ചെയ്യാൻ ഇതിനകത്ത് ആകെ 2 ഓപ്ഷനേ അവർ നൽകിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഇതിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈറ്റ് ഉണ്ടാക്കിയവൻ്റെ പോക്കറ്റിലോട്ടായിരിക്കും ഈ പൈസ പോകുന്നത്. 6000 രൂപ വരെയുള്ള ഫോണൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഐഫോൺ 11 6000 രൂപയ്ക്കാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഈ 6000 രൂപ പോകുന്നത് ഈ സൈറ്റ് ഉണ്ടാക്കിയവൻ്റെ പോക്കറ്റിലേക്കായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ വെബ്സൈറ്റിനെ പറ്റി എനിക്ക് അറിയാൻ സാധിക്കുന്നത് എൻ്റെ പരിചയത്തിലുള്ള ഒരു പയ്യൻ ഈ ചതിയിൽ വീണപ്പോഴാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നോക്കിയപ്പോൾ ഈ ലിങ്ക് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്ത് പോകുന്നതുകൊണ്ട് അവൻ നോക്കിയപ്പോൾ ഐഫോൺ 11 6000 രൂപയ്ക്ക് കിട്ടുന്നു. അതായത് 1,00,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ഫോണ് 6000 രൂപയ്ക്ക് കിട്ടുന്നു. അവൻ നോക്കിയപ്പോൾ ഭയങ്കര ലാഭമാണ്. കയറി പൈസ കൊടുത്തു, അഡ്രസ്സൊക്കെ അടിച്ചു കൊടുത്ത് പൈസ കൊടുത്തു. പിന്നെ ഒരു അനക്കവും ഇല്ല. പിന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അറിയുന്നതും ഈ ഒരു വെബ്സൈറ്റിനെ പറ്റി അറിയുന്നതും തന്നെ. അപ്പം എന്താണ് അല്ലെങ്കിൽ എങ്ങനെ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാം, ഒരു ഫേക്ക് ഇതുപോലെയുള്ള ഒരു ഫേക്ക് വെബ്സൈറ്റിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ വെബ്സൈറ്റ് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു URL നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്ലിപ്കാർട്ട് എന്ന ഒരു സൈറ്റിന് ഒരിക്കലും ഒരു സബ് ഡൊമൈനോ അല്ലെങ്കിൽ അവരുടെ ഫ്ലിപ്കാർട്ടിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് www.flipkart.com എന്നാണ്. അതിൻ്റെ അകത്തോ അല്ലെങ്കിൽ അതിന് പുറത്തോ വേറെ സംഭവങ്ങളൊന്നും വരില്ല. പിന്നൊരു കാര്യം, ഇവർ ഈ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് ഈ ഫ്ലിപ്കാർട്ടിൻ്റെ തീമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് സ്ക്രീൻഷോട്ടാണ്. സ്ക്രീൻഷോട്ടിൽ എഡിറ്റ് ചെയ്തിട്ടാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഫ്ലിപ്കാർട്ടിൻ്റെ തീം, ഫ്ലിപ്കാർട്ട് എന്ന ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണോ കാണുക അത് അവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മൊബൈലിൻ്റെ ഡീറ്റെയിൽസും റേറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് സ്ക്രീൻഷോട്ടാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം സ്ക്രീൻഷോട്ടിൽ ഇവർ എഡിറ്റ് ചെയ്ത എമൗണ്ട്, ആ ഒരു പ്രൈസ്, ഇപ്പം ഐഫോൺ 11 കാര്യം പറഞ്ഞു. ഐഫോൺ 11 ഇവർ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 6000 രൂപയാണ്. അവർ എഡിറ്റ് ചെയ്തിരിക്കുന്ന പ്രൈസാണത്. ഇവന്മാർ നൽകിയിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതും കംപ്ലീറ്റ് സ്ക്രീൻഷോട്ടാണ്. ഈവൻ
പ്രൊഡക്റ്റിൻ്റെ ഇമേജ് ഉൾപ്പെടെ നമുക്ക് ഇമേജ് ചേഞ്ച് ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്ഷനോ ഒന്നും അതിൽ കിട്ടുന്നില്ല. കംപ്ലീറ്റ് സ്ക്രീൻഷോട്ടാണ്. അതിൽ അവർ എമൗണ്ട് മാത്രം എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് റിവ്യൂസും തന്നിട്ടുണ്ട്. കുറച്ച് റിവ്യൂസ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ ആരൊക്കെയോ ചെയ്ത റിവ്യൂസും റേറ്റിങ്ങും അതേപടി സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പുറത്ത് കൊണ്ടിട്ടിരിക്കുന്നു. ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലാകെ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈ ചെയ്യുക എന്നുള്ളൊരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ബൈ ചെയ്യാനായിട്ടുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് നമുക്ക് അഡ്രസ് പേജിലോട്ട് പോകും. അഡ്രസ് പേജിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പിൻ കോഡിന് പകരം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആൽഫബറ്റ്സോ എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുത്തിട്ട് മൊബൈൽ നമ്പറിന് പകരം അതും എന്തെങ്കിലുമൊക്കെ ആൽഫബറ്റ്സ് അടിച്ചു കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു മണ്ടത്തരം അവർ ചെയ്തേക്കുന്നത്. കാരണം ഒരിക്കലും ഒരു പോസ്റ്റൽ അഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ഡെലിവറി അഡ്രസ്സ് വെച്ചിട്ടുള്ളൊരു സൈറ്റിൽ നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, അതായത് പിൻ കോഡിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് പേജിലേക്ക് പോകില്ല. എല്ലാം പോട്ടെ, നമ്മൾ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം എൻ്റർ ചെയ്തിട്ട് ശേഷം ഓർഡർ പ്ലേസ് ചെയ്യുന്ന ടൈമിൽ എമൗണ്ട് പേ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അത് ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. നേരെ മറിച്ച് അവർ തന്നിട്ടുള്ളത് ഫോൺ പേ അല്ലെങ്കിൽ UPI ട്രാൻസ്ഫറാണ്. ഇത് രണ്ടും നമ്മുടെ ക്യാഷ് ഡയറക്റ്റ് ഇവർ ഈ ഒരു സൈറ്റിൽ ഏതാണോ അവർ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട്, ആ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്യുന്നത്. ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയാൻ സാധ്യമല്ല. എങ്ങനെയാണോ UPI ട്രാൻസ്ഫർ ആണെങ്കിലും എന്താണെങ്കിലും ശരി, ഇവരിതിൽ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് ഏതാണോ അതിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്യുന്നത്. ഫോൺ പേ വഴിയാണെങ്കിലും എന്താണെങ്കിലും ആ ഒരു ഡീറ്റെയിൽസ് നമുക്കറിയാൻ സാധിക്കാത്ത രീതിയിലാണ് അവർ ഈ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിലൊക്കെ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലിപ്കാർട്ടിൻ്റെ സൈറ്റ് എന്ന് പറഞ്ഞാൽ .com ആണ് അവരുടെ ഡൊമൈൻ വരുന്നത്. നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ .xyz എന്ന് പറയുന്ന ഒരു ഫ്രീ ഡൊമൈനാണ്. ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയി ഇത്തരം ഒരു ഡൊമൈൻ വെച്ചിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളാണ്. ഈ സൈറ്റ് പോലെ തന്നെ മനുഷ്യനെ പറ്റിക്കുന്ന വേറെയും കുറേ ഐറ്റംസ് ഉണ്ട്. എന്താണെന്നല്ലേ, ഒരു ലിങ്ക് വരും. ചിലപ്പോൾ നമുക്കത് വാട്സാപ്പിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സോഷ്യൽ മീഡിയാസിൽ ഷെയർ ചെയ്ത് വരുന്ന ലിങ്ക് ആയിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന നേരെ ഒരു സൈറ്റ്. ആ സൈറ്റിലൊരു സ്പിൻ വീല് കാണും. കുറേ ഐറ്റംസ് ഉണ്ടാവും. ഐഫോണ്, കാറ്, മാട, ഓട, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നിൽക്കുന്നത് ഐഫോണിലായിരിക്കും. അപ്പം ആ ഐഫോണ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരെ അതിലോട്ട് ഇൻവൈറ്റ് ചെയ്യുക. എന്നിട്ട് അവനെയും കൂടെ പറ്റിക്കുക. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന എല്ലാവരെയും പറ്റിക്കുക. അവർ വേറെ കുറേ പേരെ പറ്റിക്കപ്പെടാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കുറേ ഫ്രോഡ് സൈറ്റുകളുണ്ട്. അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെങ്കിലും ഇതിൽ ചാടി വീഴാതെ നോക്കുക. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ മറ്റേ സൈറ്റ്, അതായത് ഫ്ലിപ്കാർട്ടിൻ്റെ വ്യാജൻ, അതിൽ എനിക്കറിയാവുന്ന ഒരാളുടെ പൈസ പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. മാക്സിമം ഇതുപോലത്തെ ഫ്രോഡുകളുടെ ചതിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ കഴിയുകയാണ്. ഈ ഒരു അറിവ് മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.